അപ്പോൾ നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അപ്പം എന്നാലും നിങ്ങൾക്കിപ്പം ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ അക്ഷയ വഴി ഫീസ് അടയ്ക്കുന്നു, അങ്ങനെ എല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണല്ലോ. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് ഇതും. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ അക്കൗണ്ടിൽ നിങ്ങൾ വാങ്ങിയ ഷെയർ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ നമുക്കിപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നെറ്റ് കമ്പ്യൂട്ടറൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഓരോ കമ്പനിയുടെ പേരുകൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ ഷെയർ പ്രൈസ് ഇങ്ങനെ വന്നോളും. മനസ്സിലായല്ലോ. ചിലപ്പോൾ നമ്മൾ വേറെ നമുക്ക് അറിയാത്തൊരു കമ്പനി അങ്ങനെ ഇപ്പം എന്തൊരു കാര്യമാണെങ്കിലും അത് കമ്പ്യൂട്ടർ തന്നെ അത് കറക്റ്റ് ചെയ്ത് തരും. മനസ്സിലായല്ലോ. അപ്പോൾ ACC സിമെൻറ്റ് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഷെയർ വാല്യൂവിൽ വരുന്ന വേരിയേഷൻ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് മാത്രം. ഓക്കെ, ഇനി ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താ? ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ്. അതറിയാലോ, വളരെയധികം ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്. കാരണം നമുക്ക് ജസ്റ്റ് ഒരു ടച്ചിലൂടെ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു നമ്മുടെ ടച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും. അപ്പോൾ ഒരു വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ സെറ്റിലാക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ ഡോക്യുമെൻ്റ് ഒന്നും നമുക്ക് അങ്ങനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് ഫോർമാറ്റ് വഴി ചെയ്യാം. ഓക്കെ, ദെൻ ഫണ്ട് ട്രാൻസ്ഫർ വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് വാങ്ങുന്നു വിൽക്കുന്നു, വാങ്ങുകയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ വരുന്നുണ്ട്. വാങ്ങുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട്, വിൽക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വഴി വളരെ എളുപ്പമാണ്. സേഫ് ആൻഡ് സെക്യൂർ ആണ്. അത് കറക്റ്റാണ്. വളരെയധികം കറക്റ്റാണ്. കാരണം വേറൊരാൾക്ക് നമ്മുടെ അതിലേക്ക് ആക്സസ് കിട്ടൂല. വളരെയധികം സേഫ് ആൻഡ് സെക്യൂർ ആണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് ദ മോസ്റ്റ് സെക്യൂർ ആൻഡ് സേഫസ്റ്റ് വേ. കാരണം ഇതെല്ലാം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് NCDL അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ വളരെയധികം സേഫ് ആൻഡ് സെക്യൂർ ആണ്. അപ്പോൾ അത് വേറൊന്ന് ഒരു ബെനിഫിറ്റാണ്. പിന്നെ നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നോമിനേഷൻ ഫെസിലിറ്റി നമ്മൾ വേറെ ഒരാൾക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാം. മനസ്സിലായല്ലോ. അതുപോലെ നമ്മുടെ ആബ്സെൻസിൽ ആ നോമിനിക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബന്ധു പറഞ്ഞ പോലെ നീ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, നീ എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി എന്നാണ് മറ്റേ ആൾ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എൻ്റെ റിലേഷനായ ആളുകളോട് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡിമാറ്റ് അക്കൗണ്ടെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ പൈസ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ അത് അക്കൗണ്ടൊക്കെ അവിടെ കിടന്നോട്ടെ, അത് എനിക്ക് ആ പൈസ അങ്ങോട്ട് തന്നാളാം, ഞാൻ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അതുപോലെ അപ്പോൾ ഒരു നോമിനി നമുക്കൊരു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പേപ്പർലെസ് ആണെന്നുള്ളത് ഏറ്റവും വലിയൊരു നല്ലൊരു ഇതാണ്. ഇപ്പം കാരണം ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാതെ പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പേപ്പർലെസ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ വൺ ഓഫ് ദ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ നമുക്ക് പേപ്പറിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പം അത് വലിയൊരു ബെനിഫിറ്റായിട്ട് പറയുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് ഫോമിലായ കാരണം നമുക്ക് വളരെയധികം ഗുണകരമാണ്. അപ്പം എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? വളരെ ഈസി ആൻഡ് സേഫാണ്, പിന്നെ കൺവീനിയൻ്റ് ആണ്. മനസ്സിലായല്ലോ. അതുപോലെ പേപ്പർലെസ് ആണ്, നോമിനേഷൻ ഫെസിലിറ്റിയും ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഫണ്ട് ട്രാൻസ്ഫർ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് വരുമ്പോഴുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പം കമ്പ്യൂട്ടർ കുറേ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു പുസ്തകം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിൽ നിങ്ങൾ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള സിസ്റ്റം അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് സിസ്റ്റം വന്നാൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം കൺവീനിയൻ്റ് ആണ് എന്നുള്ളതാണ്. എവിടേക്ക് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, എവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പിന്നെ ഗുണങ്ങളുണ്ട്. ഇനി അടുത്തൊരു ഗുണം നോക്കുന്നത് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. കാരണം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലോണുകളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെയൊരു ഗുണമുണ്ട്. അതായത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയറുകളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് സ്വീകരിച്ചിട്ട് നമുക്ക് ലോണുകൾ തരുന്ന ഫെസിലിറ്റി നാട്ടിലുണ്ട്. അപ്പം ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വെൻ യു ആർ എ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡർ. ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയോണ്ട് മാത്രം കാര്യമില്ല, യു ഹാവ് ടു ഡെപ്പോസിറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഷെയറിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഷോവിങ് ദാറ്റ് പ്രൂഫ് യു ക്യാൻ അവൈൽ ലോൺ ഫെസിലിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ ഈസിലി ട്രേസബിൾ ആണ്. ഈസിലി ട്രേസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമായിട്ട് നമ്മുടെ വീട്ടിലിരുന്നു, അതാ ഞാൻ പറഞ്ഞു, എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കിത് കാര്യങ്ങൾ ചെയ്യാം.
അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ് സൗകര്യമുള്ള വീടുകൾ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അതൊരു 10 മിനിറ്റ് ഇപ്പോൾ അദാനി ട്രാൻസ്മിഷൻ ഷെയർ പ്രൈസ് എന്ന് അടിച്ചു കൊടുക്കുക. അദാനി ട്രാൻസ്മിഷൻ ഷെയർ പ്രൈസ്. അപ്പം നമ്മുടെ ഈ ഗൗതം അദാനിയുടെ ഒരു കമ്പനിയാണ്. അപ്പം അതിൽ അടിച്ചു കൊടുത്താൽ ടാറ്റ സ്റ്റീൽ കമ്പനി ഷെയർ പ്രൈസ് എന്ന് അടിച്ചു കൊടുത്താൽ 10 മിനിറ്റ് നിങ്ങളിങ്ങനെ ഇരിക്കുക, ആ വിൻഡോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വേരിയേഷൻ കാണാൻ പറ്റും. ആ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് പൈസ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഈസിലി ട്രേസബിൾ ആണ്. എവിടെ ഇരുന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ. ഓക്കെ. അതുപോലെ കോർപ്പറേറ്റ് ബെനിഫിറ്റുകളെല്ലാം കിട്ടാൻ വളരെയധികം ഗുണകരമാണ് ഏത് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ. ഇപ്പോൾ കോർപ്പറേറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, അതുപോലെ ടാക്സ് റീഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരമാണ്. മനസ്സിലായല്ലോ? പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. നമ്മൾ ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ 5-ാം തീയതി വാങ്ങിയിട്ട് നിങ്ങൾ 10-ാം തീയതി വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എല്ലാം നമുക്ക് അതിലൂടെയാണ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ സ്റ്റോക്ക്, ബോണ്ട് ഷെയർ, റൈറ്റ് ഷെയർ, നിങ്ങൾ ഷെയർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 10ഉം 15ഉം അല്ലെങ്കിൽ 10 വർഷമൊക്കെ ആയിട്ട് ഷെയർ വിൽക്കാണ്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റൈറ്റ് ഷെയർ കിട്ടും, ബോണസ് ഷെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഇതെല്ലാം നമുക്ക് ഏതിലൂടെ കിട്ടുന്നത്? നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ്. പിന്നെ മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ വേറെ കുറേ അധികം പർപ്പസുകളുണ്ട് ഡിമാറ്റ് അക്കൗണ്ട്. ഷെയർ, ഇക്വിറ്റി, അങ്ങനെ മാത്രമല്ല ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ വാങ്ങാൻ പറ്റും. പർച്ചേസ്, ഹോൾഡ് ആൻഡ് സെൽ, മ്യൂച്വൽ ഫണ്ടുകൾ അറിയാലോ? മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് വളരെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ വലിയ കമ്പനികളുടെ ഷെയറിൽ എന്ത് കിട്ടും? ചെറിയൊരു പാർട്ടിസിപ്പേഷൻ കിട്ടും. മനസ്സിലായില്ല? അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്, എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ്റെ വലിയ വലിയ കമ്പനികൾ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് മ്യൂച്വൽ ഫണ്ട്. അവരെന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാരിൽ നിന്നും പണം ശേഖരിക്കും. എന്നിട്ട് ആ പൈസ പല പല കമ്പനികളിൽ ഷെയറുകളിൽ ഇടും. മനസ്സിലായല്ലോ? അപ്പം ഒരുപാട് ആൾക്കാരിൽ നിന്ന് കുറച്ചീശ പൈസ, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഇഷ്ടം അത്രയും പൈസ, അപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 10,000 കോടികളോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. ഓക്കെ. അപ്പോൾ ആ പൈസ എല്ലാം വലിയൊരു പൈസയായിട്ട് ഇത് നടത്തുന്ന ആളുകളിലേക്ക് എത്തും. മനസ്സിലായല്ലോ? അവരെന്ത് ചെയ്യും? വിവിധ ഷെയറുകളിലിടും. അപ്പോൾ നമുക്കൊരു കമ്പനിയുടെ ഷെയർ വലിയ, ഇപ്പോൾ 2000-3000 ഉറുപ്പികയൊക്കെ കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ നമുക്ക് വാങ്ങുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് വഴി നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് അതിലെ ബെനിഫിറ്റ് സുഖമായിട്ട് കിട്ടും. ഓക്കെ. എല്ലാവരുടെ പൈസയും കൂട്ടിയിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ചിലപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ. ഇനി നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ ഏതൊരിതിനും ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ പറഞ്ഞു, അതിൻ്റെ ഗുണങ്ങൾ പറയുന്നു, എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു. ദെൻ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു. ഇനി അതിന് ദോഷവും ഉണ്ട്. ദോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരുപാട് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് നടക്കുന്നത്. മനസ്സിലായല്ലോ? ഡീമെറ്റീരിയലൈസേഷൻ ആക്കിയപ്പം അൺകൺട്രോളബിൾ ആയിട്ടുള്ള ട്രേഡിങ് ഷെയർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആളുകൾ കുറേ കൂടി അവയർനെസ് വന്നു ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കാറിഞ്ഞു. അപ്പം ഇപ്പോൾ ഏതൊരു സാധാരണക്കാരനും കുറച്ചൊക്കെ ഇത്തിരി ഒരു ബോധമുള്ള സാധാരണക്കാരനടക്കം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ ആക്ടിവിറ്റീസ് അൺകൺട്രോളബിൾ ആയി മാറുന്നു എന്നുള്ളത് ഒരു ഇതാണ്. അതൊരു ദോഷമായിട്ട് പറയുന്നു എന്ന് മാത്രം. അൺകൺട്രോളബിൾ അങ്ങനെ ദോഷമായിട്ട് പറയുന്നു, ചില സമയത്തൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ദ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ടു കീപ്പ് ക്ലോസ് വാച്ച്. അതാണ് കാരണം. എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ ഇങ്ങനെ ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ആര്? ഈ റെഗുലേറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ ഒക്കെ മുകളിലുള്ള ആളുകൾ. അപ്പം ഇതിന് മെയിനായിട്ട് രണ്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ മെയിനായിട്ടുണ്ട് ഡെപ്പോസിറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള 2 സ്ഥാപനങ്ങൾ. അതിൻ്റെ കീഴിൽ ഒരുപാട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അപ്പം ഇവരെയൊക്കെ എപ്പോഴും വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ അതുപോലെ ദ റോൾ ഓഫ് കീ മാർക്കറ്റ് പ്ലെയേഴ്സ് ഇൻ കേസ് ഓഫ് ഡിമാറ്റ് സെക്യൂരിറ്റീസ് സച്ച് ആസ് സ്റ്റോക്ക് ബ്രോക്കർമാർ നീഡ്സ് ടു ബി സൂപ്പർവൈസ്ഡ്. അപ്പം അവരെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്തിരിക്കണം. കാരണം അവർ എന്തെങ്കിലും അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലോസ് വാച്ച് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. ആരനെ? ഈ ബ്രോക്കർമാരെ അല്ലെങ്കിൽ മാർക്കറ്റിനെയൊക്കെ. അതാണ് വേറൊരു ദോഷമായിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ?
അതുപോലെ ഒരുപാട് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആവുകയാണെങ്കിലും വേണ്ടില്ല, ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിലും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ശരി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഇതെല്ലാം ചൊറയാണെന്നൊക്കെ പറയാറുണ്ട്. കാരണം ഓരോ ഡോക്യുമെൻറ്റും ഹാജരാക്കണമല്ലോ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് ഹാജരാക്കണം എന്നുള്ള മടി കൊണ്ട് ബാങ്കിൽ പോകണം, ഈ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലേ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആളുകൾ കരുതും അയ്യോ ആധാർ കാർഡുമായിട്ട് ബാങ്ക് പോകണം, അതൊരു ദിവസത്തെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉള്ള കാരണം അത് ബുദ്ധിമുട്ടാണെന്ന്, ഡിമാറ്റിലൈസേഷൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കൊരു എന്തായിട്ട് പറയാം, ഒരു അബദ്ധമായിട്ട് അതിൻ്റെ പറയാം. മനസ്സിലായല്ലോ. അതുപോലെ അഡീഷണലി കൂടുതലായിട്ട് പറയുന്നത് അഗ്രിമെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഇൻ വേരിയസ് ലെവൽസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിമാറ്റീരിയൽസ് ഇൻവെസ്റ്റേഴ്സ് മേ ഫൈൻഡ് ദ പ്രോസസ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ചില സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് തോന്നും ഇതെല്ലാം കോംപ്ലിക്കേഷനാണ്, നമ്മളെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ കോംപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്കൊരു ജാതി അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. മനസ്സിലായില്ല. ഈവൻ ബാങ്ക് അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. കാരണം ഇതെല്ലാം കോംപ്ലിക്കേഷനാണ്, ഒരുപാട് ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിൻ്റെ ഗുണം ദോഷം എന്നിവ പഠിച്ചിട്ടുണ്ട്, പരിപൂർണമായി പഠിച്ചിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കാരണം ഇത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ പലതരത്തിലും ഗുണപ്പെടും. കാരണം നമ്മളൊരു ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുക്കൽ മാത്രമല്ല, നമ്മൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ പഠിച്ചതിലൂടെ കിട്ടുക പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ത്, ഷെയർ ട്രേഡിങ്. അതിന് നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണ്ടി തന്നെ വേണം, അതില്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ.